ഹായ് ഓൾ, വെൽക്കം ടു സറ. സറയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSIR പാർട്ട് എ ടോപ്പിക്കുകളിലെ കുറച്ച് PYQs ആണ്. അപ്പം വീണ്ടും ഞാൻ ഒരു സെഷനിൽ ചോദിച്ചിട്ടുള്ള 20 ചോദ്യങ്ങളിൽ നമുക്ക് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നിർബന്ധമായി നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 20 എണ്ണം ഇല്ല, ഞാൻ ഏതാണ്ട് ഒരു 10-12 എണ്ണം മാത്രമേ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. 20 എണ്ണം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 15 എണ്ണം ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് 2-3 എണ്ണം നമ്മൾ ഒട്ടും തല വെക്കേണ്ട ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഒരു 11-12 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയകളാണ്, നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചോദ്യങ്ങളാണ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ എല്ലാവരും ഈ ക്ലാസ് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിലൊരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ വളരെ നന്നാവും. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത്, ചോദ്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ബോയ് ഇൻ എ ഫാമിലി സേസ് ഐ ഹാവ് ട്വൈസ് ആസ് മെനി സിസ്റ്റേഴ്സ് ആസ് ഐ ഹാവ് ബ്രദേഴ്സ്. ഒരു ബോയ് പറയാണ്, എനിക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ ബ്രദേഴ്സിന്റെ എണ്ണം X ആണെങ്കിൽ സിസ്റ്റേഴ്സിന്റെ എണ്ണം എത്രയായിരിക്കും? 2x ആയിരിക്കും. എത്രയായിരിക്കും? 2x. ബട്ട് വൺ ഓഫ് ഹിസ് സിസ്റ്റേഴ്സ് ക്ലെയിംസ് ദാറ്റ് ഷീ ഹാസ് ദ സെയിം നമ്പർ ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അവരുടെ സിസ്റ്റർ അല്ലെ, സിസ്റ്റർ പറയുന്നത് എന്താ? എത്ര ബോയ്, അതായത് എത്ര ബ്രദർ ഉണ്ട് അത്രയും ആളുകൾ ആരായിട്ടുണ്ട്? സിസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. സോ ബ്രദറിന്റെ എണ്ണം X ആണെങ്കിൽ സിസ്റ്ററിന്റെ എണ്ണം X എത്രയായിരിക്കും? X തന്നെയായിരിക്കും. ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ ദാറ്റ് ഫാമിലി ആർ റെസ്പെക്റ്റീവ്ലി. ആ ഫാമിലിയിലുള്ള ഗേൾസിന്റെ എണ്ണം എത്ര, ബോയ്സിന്റെ എണ്ണം എത്ര? ഇത് നമുക്ക് ഓൾജിബ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് വലിയ സ്റ്റെപ്പുകളൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും ലളിതമായി നമ്മളെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഓപ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. കാരണം ഓപ്ഷൻസ് കുറെ ചെറിയ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്. ഓപ്ഷൻ പ്രകാരം ആ ഫാമിലിയിൽ, ആദ്യത്തെ ഓപ്ഷൻ പ്രകാരം ആ ഫാമിലിയിൽ 4 ഗേൾസും 2 ബോയ്സും ആണ്. അപ്പം ബോയ് പറഞ്ഞത് ശരിയാവും. ബോയ് പറഞ്ഞത് എന്താ? എനിക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട് അല്ലെ, എനിക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട് അതിന്റെ ഇരട്ടി സിസ്റ്റേഴ്സ് ഉണ്ടാവും. സോ ആ ഫാമിലിയിൽ 2 ബോയ്സ് ആണുള്ളതെങ്കിൽ ആ പറഞ്ഞ പയ്യൻ എത്ര ബ്രദേഴ്സ് ഉണ്ടാവും? ഒരു ബ്രദറല്ലേ ഉണ്ടാകുക. ടോട്ടൽ 2 ബോയ് ആണെങ്കിൽ അവന് ഒരു ബ്രദർ അല്ലേ പിന്നെ ഉണ്ടാകുക അല്ലെ. ഒരു ബ്രദറിന്റെ നേരെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 അല്ലേ. സോ ഓപ്ഷൻ എ വരുമോ? ഇല്ല അല്ലെ. ഓപ്ഷൻ എ ശരി ഉത്തരമല്ല. അടുത്തത് ഓപ്ഷൻ ബി നോക്കിക്കേ. 3 ഗേളും 2 ബോയും അല്ലെ. സോ അവന് 2 ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെ, സോ 3 ഗേൾസും 2 ബോയും ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ എത്ര ബ്രദറാണുള്ളത്? ഒരു ബ്രദറാണുള്ളത്. ഒരു ബ്രദറിന്റെ ഇരട്ടി എത്രയാ? 2 അല്ലേ. 2 സിസ്റ്റർ വേണ്ടേ? 2 സിസ്റ്റർ ആണ് അവിടെ ഉള്ളത്. അല്ല, 3 ആളുകളുണ്ട്. റെഡി അല്ലേ? അപ്പൊ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ? അല്ല. അടുത്ത 3 നിങ്ങൾ ആലോചിച്ച് നോക്കി. 3 പറയുന്നത് 3 ഗേൾസും 4 ബോയും ആണ്. 3 ഗേളും 4 ബോയും. റെഡി അല്ലേ? സോ 4 ബോയ് നിങ്ങൾ ആലോചിച്ച് നോക്കി. 4 ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉൾപ്പെടെ 4 ബോയാ. അപ്പൊ അവൻ എത്ര ബ്രദേഴ്സ് ഉണ്ടാവും? 3 ബ്രദേഴ്സ് അല്ലേ ഉണ്ടാകുക. അവന് 3 ബ്രദേഴ്സ് ആണെങ്കിൽ എത്ര സിസ്റ്റർ വേണം? 6. 3ന്റെ ഇരട്ടി 6 സിസ്റ്റേഴ്സ് വേണ്ടേ? 6 ആണ് അവിടെ തന്നിരിക്കുന്നത്. അല്ല. ഇനി അടുത്ത ഓപ്ഷൻ ഡി നോക്കിയേ. ഡി 4 ഗേൾസും 3 ബോയ്സും അല്ലെ. സോ ടോട്ടൽ 3 ബോയ് ആണെങ്കിൽ അവന് എത്ര ബ്രദേഴ്സ് ഉണ്ടാവും? 2 ബ്രദർ അല്ലേ ഉണ്ടാകുക അല്ലെ. 3 ബോയ് ആണെങ്കിൽ അവൻ എത്ര ബ്രദേഴ്സ് ഉണ്ടാകുക? 2 ബ്രദർ അല്ലേ. 2ന്റെ ഇരട്ടി എത്ര? 4 ഗേൾസ് ആണ് അതിനകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ 4 സിസ്റ്റർ അവനുണ്ട്. അവൻ എത്ര ബ്രദേഴ്സ് ഉണ്ട് അതിന്റെ ഇരട്ടി സിസ്റ്റേഴ്സ് അവനിപ്പോ ഉണ്ടല്ലേ? ഉണ്ട്. ഇനി ആ സിസ്റ്റർ പറഞ്ഞ ആലോചിച്ച് നോക്കി. സിസ്റ്റർ എന്താ പറഞ്ഞത്? എനിക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്, എനിക്ക് അത്ര തന്നെ എന്തുണ്ട്? സിസ്റ്റർ ഉണ്ട്. അപ്പൊ അവർക്ക് ടോട്ടൽ 4 ഗേൾസ് ആണെങ്കിൽ ആ പെൺകുട്ടിക്ക് ആ ഗേളിന് എത്ര സിസ്റ്റർ ഉണ്ടാകുക? അവളല്ലാതെ 3 സിസ്റ്റർ അല്ലേ ഉണ്ടാകുക. 3 സിസ്റ്ററും ആണെങ്കിൽ എത്ര ബോയ്സ് ആ ഫാമിലിയിൽ ഉണ്ടെന്നാ പറയുന്നത്? 3 ബോയ്സ് അല്ലേ. 3 ബോയ്സ് എന്ന് പറഞ്ഞാൽ 3 ബ്രദേഴ്സ്. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 4 അല്ലേ വരിക അല്ലേ. ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് നമുക്ക് ഇത് ചെയ്തു കൊണ്ടുപോകാം, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. The geometric mean of squares of 2 positive integers is 10. The smallest possible sum of these 2 integers is.
അപ്പോൾ ജോമെട്രിക് മീൻ കുറച്ച് വാക്കുകളിൽ പ്രധാനപ്പെട്ടതാണ്. ജോമെട്രിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടു പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഇസ് 10. ഓക്കെ, അപ്പം രണ്ട് പോസിറ്റീവ് ഇൻഡിജർ എടുക്കുന്നു ഞാൻ, എ എന്ന് പറഞ്ഞൊരു ഇൻഡിജറും ബി എന്ന് പറഞ്ഞ ഇൻഡിജറും. ഈ രണ്ട് നമ്പറുകളുടെ സ്ക്വയറിന്റെ ജിയോമെട്രിക് മീൻ വിൽ ബി ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ ജിയോമെട്രിക് മീൻ? ജിയോമെട്രിക് എയും ബിയും രണ്ട് നമ്പറുകളാണെങ്കിൽ അവരുടെ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എ ഡോട്ട് ബി ആണ്. എത്രയാണ്? എ ഡോട്ട്. ഇനി അവരുടെ അരിത്മെറ്റിക് മീൻ അതും കൂടി പഠിച്ചു വെച്ചോ നിങ്ങൾ. അരിത്മെറ്റിക് മീൻ ചോദിക്കുകയാണെങ്കിൽ എന്താ വരിക? എ പ്ലസ് ബി ബൈ 2. രണ്ട് നമ്പറുകളല്ലേ, എ പ്ലസ് ബി ബൈ നമ്മൾ സാധാരണ പറയുന്ന മീൻ. റെഡി? ഓക്കെ, ആവറേജ് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം മീൻ. സോ ഇവിടെ പറയുന്നത് സ്ക്വയറുകളുടെ ജിയോമെട്രിക് മീൻ എന്നാ പറയുന്നത്. രണ്ട് നമ്പറുകളുടെ സ്ക്വയറുകളുടെ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? എ സ്ക്വയർ ഡോട്ട് ബി സ്ക്വയർ. അത് എത്ര തന്നിരിക്കുന്നത്? 10. എ സ്ക്വയർ ഡോട്ട് ബി സ്ക്വയറിന്റെ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എ ബി എത്രയായിരിക്കും? സ്ക്വയറും റൂട്ടും ഒരേ പരിപാടിയുടെ ഓപ്പോസിറ്റ് സംഗതികളല്ലേ. സോ സ്വാഭാവികമായിട്ടും നമുക്ക് സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്താ വരിക? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. അപ്പൊ ചോദ്യം എന്താ? ദ സ്മോളസ്റ്റ് പോസിബിൾ സം ഓഫ് ദീസ് ടു ഇൻഡിജേഴ്സ്. എയും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും ചെറിയ സം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുക. എപ്പോഴൊക്കെ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുക? എന്റെ വാല്യൂ എത്ര വരുമ്പോൾ? എന്റെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ എത്ര? 10ഉം. റെഡിയല്ലേ? അപ്പം അവരെ രണ്ടുപേരുടെയും വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടും. ഇനി അവരുടെ സമ്മ് കിട്ടും. സമ്മ് എടുക്കുമ്പോൾ എത്ര കിട്ടുക? എ പ്ലസ് ബി എത്ര കിട്ടുക? എ പ്ലസ് ബി എത്ര കിട്ടുക? ആലോചിച്ച് നോക്കി നിങ്ങൾ. 11 കിട്ടും. ഇനി എപ്പോഴാ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുക? എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 1ഉം. സ്വാഭാവികമായിട്ടും എ പ്ലസ് ബി ചെയ്ത് അന്ന് തന്നെയാണ് കിട്ടുക? 11 തന്നെയല്ലേ കിട്ടുക? ഓക്കെ, ഇനി എയുടെ വാല്യൂ 2ഉം ബിയുടെ വാല്യൂ 5ഉം കൊടുത്തു വയ്ക്കും നിങ്ങൾ. എ പ്ലസ് ബി എത്ര കിട്ടുക? അല്ലെ, എ ഇൻറ്റു ബി 10 കിട്ടും. എ പ്ലസ് ബി എത്ര കിട്ടുക? 7. അതിനെ താഴെ ആരെങ്കിലും ഉണ്ടാവുമോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. എക്കും ബിക്കും വേറെ ഏതെങ്കിലും വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടുമോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? ഇല്ല. സ്വാഭാവികമായിട്ടും ഇനി എയുടെ വാല്യൂ 5ഉം ബിയുടെ വാല്യൂ 2 ആണെങ്കിലും എ പ്ലസ് ബി എത്ര തന്നെയാണ് വരിക? 7 തന്നെയാണ് വരിക. എത്ര തന്നെയാണ്? 7 തന്നെയാണ് വരിക. സോ ഏറ്റവും കുറഞ്ഞ സം എത്ര വരിക? ഓപ്ഷൻ എ 7. കറക്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. How many 4-digit numbers can be generated from the digits 1, 2, 3, 4, 5 and 6 such that 1, 2, 3 always appears as a string? No digit appears more than 1. So 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര 4 അക്ക സംഖ്യകൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലൊരു കണ്ടീഷൻ ഉണ്ട്. 1ഉം 2ഉം 3ഉം എപ്പോഴും ഒരുമിച്ച് വരണം. അതായത് ആദ്യം 1ഉം 2ഉം 3ഉം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എപ്പാ? 1, 2, 3. 1ഉം 2ഉം 3നെ ഒരുമിച്ച് ഇതേപോലെ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 2 പൊസിഷനിൽ നമുക്ക് ആരെയൊക്കെ ഉപയോഗിക്കാം? 3നെ ഉപയോഗിക്കാം, 4നെ ഉപയോഗിക്കാം, 3നെ ഉപയോഗിക്കാൻ പറ്റില്ല, 4നെ ഉപയോഗിക്കാം, 5നെ ഉപയോഗിക്കാം, 6നെ ഉപയോഗിക്കാം. കാരണം എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്പറുകൾ നോ ഡിജിറ്റ്സ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റെഡിയല്ലേ? സോ ഈ പൊസിഷനിൽ എനിക്ക് 4 മുതൽ 6 വരെയുള്ള നമ്പറുകൾ ഉപയോഗിക്കാം. റെഡിയല്ലേ? അപ്പൊ എത്ര നമ്പറുകൾ ഉപയോഗിക്കാം? 3 നമ്പറുകൾ. അങ്ങനെ 3 നമ്പറുകൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് എത്ര നമ്പർ കിട്ടും? ടോട്ടല് 3 നമ്പർ കിട്ടും. റെഡിയല്ലേ? അതായത് ആദ്യത്തെ നമ്പർ എഴുതി നോക്കുമ്പോൾ വെറുതെ എഴുതി നോക്കുക. 1, 2, 3, 4. 1, 2, 3, 5. 1, 2, 3, 6. അല്ലെ? അവസാനത്തെ ഡിജിറ്റുകളെ വെച്ചിട്ട് നമുക്ക് ഇത്രയും നമ്പറുകൾ ഉണ്ടാക്കാം. ഇനി ആദ്യത്തെ ഡിജിറ്റ് ആണ് ഈ 3, 4, 5 വരുന്നതെങ്കിലോ നമുക്ക് എങ്ങനെയാ? 3, 1, 2, 3, 4, 1, 2, 3, 5, 3, 1, 2, 3 പറ്റൂല, കാരണം ഓൾറെഡി അവിടെ 3 ഉണ്ടല്ലോ അല്ലെ? ശരി. അപ്പൊ 4, 1, 2, 3, 5, 1, 2, 3, 6, 1, 2, 3. സോ എത്ര നമ്പറുകൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്? ഈ നമ്പറുകളുടെ പോസിബിലിറ്റി അനുസരിച്ച് നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? 3. ഇവിടെ എത്ര എണ്ണം? 3. ടോട്ടൽ 3 + 3 എത്ര നമ്പറുകളാ? 6 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An item in a shop is priced at 375 excluding tax. The shopkeeper offers a discount of 15%. However, there is a tax of 12% before discount on the item. The selling price of the item is. അതായത്
ഒരാള് 375 രൂപ വില പറഞ്ഞൊരു സാധനത്തിന് 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. എന്നാൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അകത്ത് എത്ര ആഡ് ചെയ്യണം നമ്മള്? 12% GST ആഡ് ചെയ്യണം. However, there is a tax of 12% before the discount on the item എന്നാ പറഞ്ഞിരിക്കുന്നത്. റെഡി അല്ലേ? 375 എന്ന് പറയുന്നത് ടാക്സ് ഇല്ലാത്ത. റെഡി? അപ്പൊ ടാക്സും കൂടി വരുമ്പോൾ എത്രയാവും നമുക്ക് നോക്കാം. അപ്പം 375ന്റെ 12% എത്രയാന്ന് നോക്കുക, എന്നിട്ട് അതുകൂടി ആഡ് ചെയ്ത് നോക്കുക. റെഡി അല്ലേ? അതിൽ നിന്ന് അതിന്റെ 15% കുറച്ച് കളയാം, അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ 375ന്റെ 12% എന്ന് പറഞ്ഞാൽ 375 ഇൻറ്റു 12/100. ഓക്കെ, ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്ന അറിയാം? 175 375 പ്ലസ് 87.5 പ്ലസ് 3.76 7.5 that is equal to 375 plus that is equal to 15 45 that is equal to 420 എന്ന് കിട്ടും. 420 രൂപയാണത് ടാക്സും കൂടി വരുന്ന സമയത്ത് അതിന്റെ പ്രൈസ്. അതിന്റെ 15% ഡിസ്കൗണ്ട് കൊടുക്കാൻ പറയുന്നത്. 420ന്റെ 15% എന്ന് പറഞ്ഞാൽ 420 ഇൻറ്റു എത്രയാ? 15 ഇൻറ്റു 100 എത്ര വരും? 0 വെട്ടി എത്ര വരിക? 3 2. അപ്പം 42/2 എന്ന് പറയുമ്പോൾ എത്ര വരിക? 21. 21 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 33. റെഡി അല്ലേ? അപ്പൊ 420ൽ നിന്ന് 33 അല്ല, എത്ര വരിക? 20 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര വരിക? 63. റെഡി? 63. ഓക്കെ, അപ്പം 420ൽ നിന്ന് 63 കുറച്ച് എത്ര വരിക? 420 നമുക്ക് 63 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര വരും? 357 വരും. ഓപ്ഷൻ സി വരും, 357. വളരെ എളുപ്പമല്ലേ ഈ സാധനം? അപ്പൊ എന്താണ് പെർസെന്റേജ് എന്ന് പറയുന്ന ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പെർസെന്റേജ് എന്താണെന്ന് പറയുന്നത്. പെർസെന്റേജ് ഓക്കെ, ഔട്ട് ഓഫ് 100 എന്നാണ് ഉദ്ദേശിക്കുന്നത് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. അടുത്തത്, ലെറ്റ് എ ഇസ് എക്സ്പോർട്ട്, ബി ഇസ് റെയിൻഫോൾ, സി ഇസ് ഹാർവസ്റ്റ്, ഡി ഇസ് ഗോ ഡൗൺ സ്റ്റോറേജ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഈസ് കറക്റ്റ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് എന്ത് വേണം? എന്ത് സാധനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ റെയിൻഫോൾ വേണ്ടേ? ഓക്കെ, റെയിൻഫോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ആദ്യം വരുന്ന ഏതാ? ബി അല്ലേ? ഓക്കെ, റെയിൻഫോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നല്ല അല്ലെങ്കിൽ മഴക്കാലാവുന്ന സമയത്ത് നമ്മൾ അതിനെ ഹാർവസ്റ്റ് ചെയ്യുന്നു. ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? ഗോഡൌണിലേക്ക് സ്റ്റോറേജിനായിട്ട് കൊണ്ടുപോകുന്നു. പിന്നീട് അതിനെന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യുന്നു. സോ എങ്ങനെ അതിന്റെ സീക്വൻസ് വരിക? BCDA. റെഡി അല്ലേ? ഓക്കെ, സോ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വേറെ ഒന്നും വരാനുള്ള സാധ്യതയില്ല. അടുത്തത് 7. 15 distinct points are randomly placed on the circumference of a circle. At most, how many triangles can be formed using this point? ഒരു സർക്കിളിന്റെ മുകളില് 15 വ്യത്യസ്ത പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. ഒരു സർക്കിൾ. സോ നമ്മൾ സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി ഈ സർക്കിളിന്റെ മുകളിൽ എത്ര പോയിന്റുകൾ ഇടണം? 15 പോയിന്റുകൾ വേണം അല്ലെ? റെഡി അല്ലേ? 15 എണ്ണം ഞാൻ ഇനി അത് വരയ്ക്കുന്നില്ല. സോ പറഞ്ഞിരിക്കുന്നത് 15 എണ്ണവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്ന പോയിന്റുകളാണ്. ഡിസ്റ്റിങ്ക്റ്റ് മാറി മാറി നിൽക്കുന്ന പോയിന്റുകളാണ്. സോ മാറി മാറി നിൽക്കുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഇവര് കൊളീനിയർ പോയിന്റുകളല്ല. കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലൈനിന്റെ മുകളിൽ വരുന്ന പോയിന്റുകളാണ് കൊളീനിയർ. അപ്പം മറ്റേ ലൈനിന്റെ മുകളിൽ വരാത്ത പോയിന്റുകൾ ഏതായിരിക്കും? നോൺ കൊളീനിയർ. അപ്പം ഇവിടെ 15 നോൺ കൊളീനിയർ പോയിന്റുകൾ ഉണ്ട്. സോ മനസ്സിലാക്കി വെക്കേണ്ടത്, നോൺ കൊളീനിയർ പോയിന്റുകൾ വെച്ചിട്ട് വരയ്ക്കാൻ കഴിയുന്ന ട്രയാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് NC3 എന്ന് പറയും. എന്താണ്? NC3. N എന്ന് പറഞ്ഞാൽ എന്താ? എത്ര നോൺ കൊളീനിയർ പോയിന്റുകൾ ഉണ്ട് പറഞ്ഞാൽ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ. ഇവിടെ എത്ര നോൺ കൊളീനിയർ പോയിന്റുകൾ ഉണ്ട് നോക്കി നിങ്ങൾ. 15 എണ്ണം അല്ലേ? 15 വ്യത്യസ്ത പോയിന്റുകളെ കുറിച്ചല്ലേ പറയുന്നത്? അവരൊക്കെ ഒരു ലൈനിൽ വരുന്ന പോയിന്റുകളാണോ? അല്ല. സോ 15C3. 15C3 എങ്ങനെ എഴുതാന്ന് അറിയോ? 15 ഫാക്ടോറിയൽ ബൈ, അടുത്തത് 15 മൈനസ് 3. 15 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 12. 12 ഫാക്ടോറിയൽ ഇൻറ്റു എത്ര വരിക? 3 ഫാക്ടോറിയൽ. സോ 15 ഫാക്ടോറിയൽ നമുക്കറിയാം. 15 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 15 ഇൻറ്റു 14 ഇൻറ്റു 13 ഇൻറ്റു 12 ഇൻറ്റു ഇവിടെ വരെ 1 വരെ. തൽക്കാലം ഞാൻ അതിന് 15 ഇൻറ്റു 14 ഇൻറ്റു 13 ഇൻറ്റു 12 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നു. 12 ഫാക്ടോറിയൽ ബൈ ആര്? 12 ഫാക്ടോറിയൽ ഉണ്ട്, 3 ഫാക്ടോറിയൽ. റെഡിയല്ലേ? ഈ 12 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് ബാക്കി ആരുണ്ടാകുക? 15 ഇൻറ്റു 14 ഇൻറ്റു 13 ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആരാ? 3 ഇൻറ്റു 2. റെഡിയല്ലേ? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എത്ര വരിക? എത്ര വരും? 5 വരും. റെഡിയല്ലേ? ഇത് എത്ര വരും? 7 വരും.
7 ഇൻറ്റു 5 35, 35 ഇൻറ്റു 13 എന്ന് വരും. എത്ര വരിക? 15 1 9 1 10 ഒരു 5 5 ഒരു 3 3. സോ 5 5 4 റെഡി അല്ലേ? സോ 455 ഓപ്ഷൻ ബി 455 ആണ് ശരിയായ സംഗതി. മനസ്സിലായോ? സോ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് ചെയ്യാൻ കഴിയൂ. അപ്പൊ ഞാനിത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞല്ല, പക്ഷേ ഒരൊറ്റ ഇക്വേഷൻ, ചെറിയൊരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മൊത്തം നമുക്ക് കിട്ടി. ഓക്കെ, സോ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. സ്ക്വയർ റൂട്ട് ഓഫ് 0.99 ഇൻറ്റു 0.99 ഇൻറ്റു 0.99 ഈസ് ക്ലോസസ്റ്റ് ടു. അതിന്റെ ആൻസർ ആരുടെ അടുത്ത ഇരിക്കുന്ന ഒരാളെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ അതിന് ഏറ്റവും അടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതെന്നുള്ളതാണ് ചോദ്യം. സോ 0.99 ഇൻറ്റു 0.99 ഇൻറ്റു 0.99 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ 0.99 എന്ത് ചെയ്യുക, 1 ആയിട്ട് അങ്ങ് പരിഗണിക്കാം. അപ്പൊ 0.99 1 ആയിട്ട് പരിഗണിക്കുമ്പോൾ എങ്ങനെ വരും? 1 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പം ഓപ്ഷനിലും എന്ത് ചെയ്യുക, 0.99 എന്ത് ചെയ്യായിട്ട് പരിഗണിക്കുക, 1 ആയിട്ട് പരിഗണിക്കുക അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 ക്യൂബ് എത്ര വരും? 1 തന്നെയല്ലേ വരിക. ഇനി ഓപ്ഷനിൽ ഇതായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ നിങ്ങൾ എന്താ ഇവിടെ 0.99 ഇല്ലേ, ഈ 0.99 1 ആയിട്ട് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ എത്ര വരെ? 1 ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ സ്ക്വയർ റൂട്ട് ഓഫ് 0.99 ഇൻറ്റു 0.99 ഇൻറ്റു 0.99 ഏറ്റവും അടുത്തുള്ള ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് തന്നെയാണ്? ഓപ്ഷൻ സി. അതിന് ഞാൻ എന്താ ചെയ്തത്? 0.99 1 ആയിട്ട് അങ്ങ് പരിഗണിച്ചു. ഓക്കെ, നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ സമയം ഒരുപാട് എടുക്കും. ഇതാണ് എന്ത് ചെയ്യുക, ഇതിന്റെ എളുപ്പ വഴി. അടുത്തത് the sum of the digits of a 4-digit number ABCD is subtracted from the number, then the result of this will be always divisible by എന്നാണ് ചോദ്യം. സോ എൻ്റെ അടുത്ത് ഒരു 4-digit നമ്പർ ഉണ്ട്. ഏതാണെന്നറിയോ? ABCD ആണ്. ഈ ABCDയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ABCD എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, 4-digit നമ്പറാണ്. സോ 4-digit നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാമാണ്? അപ്പൊ ചോദ്യം അതല്ല. The sum of digits of a 4-digit number ABCD is subtracted from the number. ഇതാണ് നമ്പർ എങ്കിൽ ഈ നമ്പറിൽ നിന്ന് ഇതിന്റെ സമ്മ എന്ത് ചെയ്യുന്നു? നമ്മള് കുറയ്ക്കുന്നു. സോ ആദ്യം നമ്പറിനെ എങ്ങനെ എഴുതാൻ നോക്കാം, എന്നിട്ട് സമ്മിനെ എങ്ങനെ എഴുതാൻ. ആദ്യം നമ്പറിനെ ABCD എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1000ന്റെ ഭാഗമായിരിക്കും അല്ലെ. നമ്മള് 1000ന്റെ ഭാഗം നമുക്ക് പറയില്ലേ, 4 അക്ക നമ്പറുകളുടെ ആദ്യത്തെ ആൾ 1000ന്റെ ആയിരിക്കും, രണ്ടാമത്തെ ആൾ ആയിരിക്കും 100ൻ്റെതായിരിക്കും. സോ 100B പ്ലസ് അടുത്ത ആളായിരിക്കും 10ൻ്റെതായിരിക്കും അല്ലെ, അതായത് 10C. അടുത്ത ആളായിരിക്കും യൂണിറ്റ് ഒറ്റയുടേതായിരിക്കും, ദാറ്റ് ഈസ് D. ഇതാണ് എന്തെന്ന് പറഞ്ഞാല് നമ്മളെ 4 അക്ക നമ്പർ എന്ന് പറഞ്ഞത്. ABCDനെ നമ്മൾ 4 അക്ക നമ്പർ ആയിട്ട് എഴുതുമ്പോൾ എന്താ വരിക? 1000A പ്ലസ് 100B പ്ലസ് 10C പ്ലസ് D എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സം ഓഫ് ദ ഡിജിറ്റ്, സം ഓഫ് ദ ഡിജിറ്റ് എത്ര വരിക? A പ്ലസ് B പ്ലസ് C പ്ലസ് D. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ നമ്പറിൽ നിന്ന് സമ്മ് നമ്മള് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. നമ്പർ ഏതാ? 1000A പ്ലസ് 100B പ്ലസ് 10C പ്ലസ് D മൈനസ് A പ്ലസ് B പ്ലസ് C പ്ലസ് D നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അത് കുറയ്ക്കാൻ പറ്റും. സോ നമ്മൾ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് കുറയ്ക്കുന്നു അല്ലെ. 1000Aയിൽ നിന്ന് ഒരു A കുറച്ച് എത്ര വരിക? 999A പ്ലസ് 100Bയിൽ നിന്ന് ഒരു B കുറച്ച് എത്ര വരിക? 99B പ്ലസ് 10Cയിൽ നിന്ന് ഒരു C കുറച്ച് എത്ര വരിക? 9C. Dയിൽ നിന്ന് D കുറച്ച 0. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരാ? 9 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സ്വാഭാവികമായിട്ടും 111 അല്ലെ, 111 × 9 അല്ലെ 999 എന്ന് പറയാം. സോ 111A പ്ലസ് 11B പ്ലസ് ഒരു C ഇത് റെഡി അല്ലേ. സോ ഇതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുക. ഇതിന് ഇയാളൊന്നും ചെയ്യാനില്ലാതെ ഇത് ഉറപ്പായിട്ടും ആരുടെ മൾട്ടിപ്പിൾ ആരെ ഈസിലി ഡിവൈഡ് ചെയ്യാൻ പറ്റും? പുറത്ത് ആരാളുള്ളത് കൊണ്ട് തന്നെ, പുറത്ത് 9 ഉള്ളത് കൊണ്ട് തന്നെ 9 വെച്ചിട്ട് അവരെന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. സോ ഇവരെ നമുക്ക് this number is divisible by ആരാണ്? ഓപ്ഷൻ A 9. റെഡി അല്ലേ? ഓക്കെ, സോ കുറച്ച് എളുപ്പമാണെങ്കിലും ഈ സംഗതി അറിയണം. അതായത് ഒരു 4 അക്ക സംഖ്യനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു 4-digit നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. അടുത്തത് 10ാമത്തെ ചോദ്യം. If you add a liquid soap in the center of a bowl of water, which has black pepper flakes floating in it, the pepper flakes will.
ഓക്കെ, അപ്പൊ നമ്മളെ കയ്യില് ഒരു ബോൾ വാട്ടർ ഉണ്ട്. ഓക്കെ, ഞാനത് വരയ്ക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഈ വെള്ളത്തിന്റെ മുകളിൽ ഞാൻ ആരെ തൂവിയിട്ടുണ്ട്? കുറച്ച് പെപ്പർ ഫ്ലേക്സിന്, നമ്മളെ കുരുമുളക് പൊടിയെ എന്ത് ചെയ്തിട്ടുണ്ട്? തൂവിയിട്ടുണ്ട്. അതിനകത്തേക്ക് നിങ്ങൾ ഒരു ഡ്രോപ്പ് എന്തിനിടുന്നു? ഒരു ഡ്രോപ്പ് സോപ്പ് ഒഴിക്കുന്നു, ലിക്വിഡ് സോപ്പ് ഒഴിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുക? സ്റ്റാർട്ട് ഡിസോൾവിങ് അല്ലെ? പെപ്പർ ഫ്ലേക്സിന് എന്ത് സംഭവിക്കും? സ്റ്റാർട്ട് ഡിസോൾവിങ്, മൂവ് അവേ ഫ്രം ദ സെന്റർ, സെറ്റിൽ ഡൗൺ, നോട്ട് മൂവ്. സോ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ എന്ത് പരീക്ഷണമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് എക്സ്പെരിമെന്റ് ആണ്, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം? ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് പെപ്പർ ആൻഡ് വാട്ടർ എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ പലപ്പോഴും അവരിൽ സയൻസുമായി ബന്ധപ്പെട്ട എന്താ പറയാ ആകാംക്ഷ ഉണർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെപ്പറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. പെപ്പർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടറുമായി മിക്സ് ചെയ്യില്ല, വാട്ടറുമായിട്ട് മിക്സ് ആയില്ല. സോ പെപ്പർ നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യുക? ഒരു ബോളിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കുരുമുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി താഴോട്ട് പോകില്ല, അതിന് മുകളിൽ കിടക്കും. റെഡിയല്ലേ? ഇനി ആ മുകളിൽ കിടക്കുന്നതിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സോപ്പിന്റെ തുള്ളി ഡ്രോപ്പില് ഉറ്റിക്കുന്ന സമയത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ സോപ്പ് വീഴുന്ന സമയത്ത് ആ ഏരിയയിലുള്ള സർഫസ് ടെൻഷൻ, നിങ്ങൾക്കറിയാം വാട്ടറിന്റെ അപ്പർ ലെവലില് വാട്ടറിന്റെ ഒരു മെനിസ്കസ് പോലെ നിർത്തുന്നത് സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ കുറയും. സോപ്പിന് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ സർഫസ് ടെൻഷൻ കുറയുമ്പോ എന്താ സംഭവിക്കാന്നറിയോ? വാട്ടർ മോളിക്യൂളുകളൊക്കെ ഇങ്ങോട്ട് പോകും, രണ്ട് സൈഡിലേക്കും പോകും. വാട്ടർ മോളിക്യൂൾ രണ്ട് സൈഡിലേക്കും പോകുന്ന സമയത്ത് അതിന്റെ കൂടെ ആരും പോകും? നമ്മളെ പെപ്പർ ഫ്ലേക്സും പോകും. എന്ന് പറഞ്ഞാൽ പെപ്പർ ഫ്ലേക്സ് ഈ നടുവിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും? മൂവ് അവേ ഫ്രം ദ സെന്റർ ആയിരിക്കും ഉത്തരം. റെഡി അല്ലേ? ഓപ്ഷൻ. ഓക്കെ, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് 31.4 centimeter into 10 centimeter size is rolled across its length to make a cylinder without overlap. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു റെക്ടാങ്കുലർ ഷീറ്റ് റോൾ ചെയ്തിട്ട്, എൻ്റെ അടുത്ത് ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്തിനുണ്ടാക്കുന്നു? ഒരു സിലിണ്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നറിയാണ്? ഒരു സിലിണ്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ കയ്യിലുള്ള സിലിണ്ടർ എന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടർ ഇങ്ങനെയല്ല വരയ്ക്കുക അല്ലെ? സിലിണ്ടർ വരയ്ക്കാൻ ഏറ്റവും നല്ലത് നമ്മളെ നോർമൽ ലൈനുകൾ. ഓക്കെ, ഇതാണ് എൻ്റെ കയ്യിലുള്ള സിലിണ്ടർ. ഞാൻ എന്തുകൊണ്ടാണ് സിലിണ്ടർ ഉണ്ടാക്കിയത്? സിലിണ്ടർ ഈ റെക്ടാങ്കുലർ ഷേപ്പിന്റെ ഡയമെൻഷൻ എത്രയാ? 31.4 സെന്റിമീറ്റർ. ഇതാണ് ലെങ്ത് എടുക്കുക നമ്മൾ. വിഡ്ത്ത് എത്രയാ? 10 സെന്റിമീറ്റർ. റെഡി? അപ്പൊ ലെങ്ത് വൈസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ലെങ്ത് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും ഉണ്ടാകുക? 31.4 അല്ലെ? 31.4 നീളമുള്ള സൈഡ് ഞാൻ മടക്കുന്നു. എങ്ങനെ? ഓവർലാപ്പ് ഇല്ലാണ്ടാണ് മടക്കുന്നത്. മടക്കി വെക്കുന്ന സമയത്ത് ഈ 31.4 സെന്റിമീറ്റർ ആയിരിക്കില്ല ഈ ഭാഗത്തിന്റെ, അതായത് സിലിണ്ടറിന്റെ ടോപ്പ് ലെവലിലുള്ള പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് പറയാം ഇവിടെ റേഡിയസ് 6 ആണെങ്കിൽ പെരിമീറ്റർ എങ്ങനെയാ കാണുക? 2πr ആയിരിക്കും. എത്രയാണ്? 2πr. 2πr is equal to എത്രയാ? 31.4. ഇനി എന്താണ് അതിന് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് വിൽ ബി ദ അപ്രോക്സിമേറ്റ് വോളിയം ഓഫ് സിലിണ്ടർ? ആ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ടത്. ഇത് മെൻസുറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് വരുന്നതാണ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ മെൻസുറേഷൻ ഇക്വേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആളുകളാണെങ്കിൽ ഒന്ന് പോയി കണ്ടുപോകുക. സോ ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണെന്ന് പറയോ? വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു πr²h. എന്താണ്? πr²h. പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി. πr²h. സോ അതിൽ ആരൊക്കെ വേണം? നമുക്ക് R വേണം, H വേണം. റെഡി അല്ലേ? H തന്നെ എത്ര ഉണ്ടാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് ഈ പറയുന്ന സിലിണ്ടർ മടക്കിയിട്ട് ഒരു ഭാഗം മടക്കി 31.4 സെന്റിമീറ്ററുള്ള ഭാഗം മടക്കിയിട്ട് സർക്കുലാർ ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ 10 സെന്റിമീറ്റർ ഇതിന്റെ എന്തായിട്ടാ മാറുക? ലെങ്ത് ആയിട്ട് മാറും. സോ H നമുക്കറിയാം. R കണ്ടുപിടിക്കണ്ടേ? R എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? റേഡിയസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? പെരിമീറ്റർ അറിയാമെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ.
അല്ലെ? പെരിമീറ്റർ എത്രയാ? 31.4. അങ്ങനെയാണെങ്കിൽ R is equal to 31.4/2π എന്ന് വരും. പൈനെ ഞാൻ തൽക്കാലം എന്ത് എഴുതുന്നു? 3.14 എന്ന് എഴുതുന്നു. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? 31.4 എന്ന് ആ ഷീറ്റിന്റെ റെക്ടാങ്കുലർ ഷീറ്റിന്റെ ലെങ്ത് തന്നിരിക്കുന്നത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ സഹായിക്കണം. ഓക്കെ, സോ ഇതും കട്ട് ചെയ്ത് പോയി ബാക്കി ആരാ വരിക? 10/2 എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ. സോ ഈ സിലിണ്ടറിന്റെ റേഡിയസ് എത്ര? 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം ഇസ് ഈക്വൽ ടു 5 into R സ്ക്വയർ അല്ലേ? R എന്ന് പറഞ്ഞാൽ എത്ര? 5 അല്ലേ? 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 എന്ന് വരും. റെഡിയാണ്? 25 into സെന്റിമീറ്റർ ക്യൂബിലാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് എടുത്താൽ മതി? ഈ പറയുന്ന വാല്യൂസ് ഒക്കെ സെന്റിമീറ്റർ എടുത്താൽ മതി. ഇൻറ്റു h എത്രയാ? 10. സോ പൈ ഇൻറ്റു 25 into 10 എന്ന് പറഞ്ഞാൽ 250. പൈന്റെ വാല്യൂ എത്രയാ? 3.14 ആണ്. ഇൻറ്റു 250. 250നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 750 വരും. സോ 750മായി കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1. സോ ഇത്രയുമാണ് ഈ ഒരു പേപ്പറിൽ. ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പർ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ റാൻഡം ആയിട്ട് പിക്ക് ചെയ്തൊരു പേപ്പർ. ആ പേപ്പറിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ ഇത്രയുമാണുള്ളത്. എന്ന് പറഞ്ഞാൽ 20ൽ 15 എണ്ണം ചെയ്താൽ മതിയല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10-11ഓളം ചോദ്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അവിടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള 10-20 മാർക്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. റെഡിയല്ലേ? സോ നന്നായി പാർട്ടേനെ ശ്രദ്ധിക്കണം. നന്നായി നോക്കണമെങ്കിൽ ബിയും സിക്കും ആണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. സോ അതിന്റെ കൂടെ തന്നെ പാർട്ടൈൻ നോക്കണം. പാർട്ടൈൻ നോക്കാൻ നമ്മളെ സഹായം ഉണ്ടാവും. സോ ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. സോ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം.